friends, welcome to my channel Amazing Secrets of Beauty. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പക്കോടയാണ്. ഇത് ചായയോടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രെഡ് വേണം, സവാള വേണം, മല്ലിയില വേണം, പിന്നെ മാവായിട്ടുള്ളത് കടലമാവാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മസാലാസ് എന്ന് പറയുമ്പോൾ ഇതിൽ ആവശ്യമായിട്ട് വരുന്നത് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി വേണം, ഉപ്പ് വേണം. ഇപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഈ ബ്രെഡെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡെല്ലാം കൂടി ഇതിലേക്ക് ബ്രെഡ് പൊടി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കടലമാവാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബ്രെഡ് പൊടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡെല്ലാം കൂടി നമ്മളെ ഗ്രൈൻഡറിൽ, അതായത് ചെറിയ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് അത് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല പൊടിയായിട്ട് വരും. അപ്പോൾ അത് വേണം ഇതിലിട്ട് കൊടുക്കാൻ. കടലമാവ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പൊടി പറയുമ്പോൾ മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കായപ്പൊടിയാണ് വേണ്ടത്. അതൊരു അര സ്പൂൺ കായപ്പൊടി ഇടുക. കുറച്ച് സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇത്രയിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം നമ്മളത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പക്കോടയ്ക്ക് ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കുക. അപ്പം അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം കൂടി പോകാതെ വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ കുഞ്ഞു കപ്പിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിൽ എടുക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം. കാരണം പ്രത്യേക ഷേപ്പ് ഒന്നും വേണ്ട. പക്കോട എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണോ ഒഴിച്ചുണ്ടാക്കാം. അപ്പം ഞാനിവിടെ ചെറിയ സ്പൂണിൽ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു നല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു വെറൈറ്റി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് വരുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റി ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം.
നമ്മുടെ ബ്രെഡ് പക്കോട തയ്യാറായി കഴിഞ്ഞു. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ചായയോടൊപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.